ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഏക വനത്തിലാണ് കേട്ടോ. കേരളത്തിൽ വനമില്ലാത്ത ഒരു ജില്ല എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയായിരുന്നു കേട്ടോ. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഒരു ചെറിയ വനമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ വീയപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കേരള വനം വകുപ്പ് റാന്നി ഡിവിഷൻ്റെ കീഴിലാണ് ഈ ചെറുവനം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കേരള വനം വകുപ്പ് റാന്നി ഡിവിഷൻ്റെ കീഴിലാണ് നഗരവാടിക ഇക്കോ ടൂറിസം സെൻറ്റർ എന്ന ഈ ചെറുവനം സ്ഥിതി ചെയ്യുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഇക്കോ ഷോപ്പ് കാണാം. വനശ്രീയുടെ ഉൽപ്പന്നങ്ങളും മറ്റും വിൽക്കുവാൻ ഇവിടെ വച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. കുട്ടികൾക്ക് 15 രൂപയും മുതിർന്നവർക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. ട്രക്കിങ്ങിന് 100 രൂപയാണ്. ഫോട്ടോഷൂട്ടിനും ക്യാമറയ്ക്കും ഒക്കെ പ്രത്യേകം പൈസയാണ്. പിന്നെ നമുക്ക് ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. 200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നുള്ളത് കുട്ടികൾക്കായുള്ളൊരു പാർക്കാണ്. നല്ല അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റിനും ഒക്കെ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. ആലപ്പുഴ ജില്ലയിലെ വീയപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചെറുവനം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഒരേ ഒരു വനമാണിത്. ഇനി നമുക്ക് ഈ വനത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഭയങ്കര തണുപ്പാണ് ഇവിടെ കേട്ടോ. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇതിനകത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ കഴിച്ച് നമ്മളങ്ങനെ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. നമ്മൾ കൊണ്ടുപോകാനായിട്ടൊരു ഗൈഡൊക്കെ ഉണ്ട്. ഇത് കയറുമ്പോൾ തന്നെ ഒരു പാലമൊക്കെ കാണാം. മുളകളൊക്കെ കൊണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതൊരു പുഴയൊക്കെ കാണാം. ഇവിടെ ഏത് പുഴയാണിത്? ഇത് പമ്പയാറിന്റെ ഒരു കൈവഴിയാണ് നമ്മൾ കാണുന്നത്. പമ്പയാറിന്റെ കൈവഴിയാണ്. പമ്പയാറ് കുറച്ചുകൂടെ അപ്പുറത്തോടാണ് ഒഴുകുന്നത്. ഇതൊരു കൈവഴി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇതുവഴിയാണ് പണ്ട് കാലത്ത് ചങ്ങാടത്തിൽ തേക്കുതടി ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. തേക്കുതടി ഇതുവഴി കൊണ്ടുവന്ന് ആനയായിരുന്നു പിടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നീട് ജലഗതാഗതം വഴിയുള്ള തേക്കുതടിയൊക്കെ കൊണ്ടുവരുന്നത് നിർത്തിയതിനു ശേഷം ഇത് ഉപയോഗം ഇല്ലാതിരിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ എക്കോ ടൂറിസം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവരൊരു പാലം ചെയ്തെടുത്തതാണ്. ഈ ഭാഗത്താണ് നമ്മൾ കൊട്ടവഞ്ചി പഴക്കമുണ്ട് അറിയാമോ? ഡിപ്പോയ്ക്ക് 200 വർഷമായിട്ട് നമ്മുടെ വനംവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭൂമിയാണിത്. അതുകൊണ്ടാണ് ഈ വനം ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ കൊട്ടവഞ്ചിയുടെ പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ അപകടം ഇല്ല. പമ്പയുടെ ആഴത്തിന് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ അപകടം ഉണ്ട്. ഇവിടെ നിന്ന് ഡീസിൽറ്റ് ചെയ്ത് ഒന്ന് ആഴം കൂട്ടിക്കൊണ്ട് നമ്മുടെ ഈ പമ്പയിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം കയറ്റി നിർത്തി ഇവിടെ കൊട്ടവഞ്ചി ചെയ്യാനാണ് ഇപ്പൊ നമ്മൾ പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത്. മരങ്ങളുടെ പേരൊക്കെ ഇത് നമ്മൾ തുടക്കത്തിൽ അങ്ങോട്ട് കയറുമ്പോൾ നമ്മുടെ നാട്ടുപുറങ്ങളിൽ കാണുന്ന ആലിലി, ബദാം, കുടംപുളി ഇതൊക്കെയാണ് കാണുന്നത്. ഉള്ളിലോട്ട് പോകും തോറും ആ ഒരു വനത്തിന്റെ പണ്ട് ഇവിടെ വലിയ വനം ഉണ്ടായിരുന്നു. ഒരു വലിയ വനം ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഓരോ കാലം കഴിയുമ്പോഴും മണ്ണിടിച്ചിലിൽ കുറെ മരങ്ങൾ നമുക്ക് മറിഞ്ഞു പോകും അങ്ങോട്ട്. ഇവിടെ മരങ്ങളുടെ എണ്ണം കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇത് ഏത് മരമാണ്? പുന്നല്ലേ? പുന്നയുടെ പ്രത്യേകത പുന്നമരത്തിന്റെ തടി ഉപ്പുവെള്ളത്തിനെ പ്രതിരോധിക്കും, നശിച്ചു പോകത്തില്ല. അതുകൊണ്ട് പണ്ട് കാലത്ത് ബോട്ടൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുന്നമരത്തിന്റെ തടിയായിരുന്നു ഉപയോഗിച്ചത്. ഇത് മണിമരുത് അങ്ങനെ നാട്ടുമ്പുറങ്ങളിൽ കാണാറില്ല. കാടിനകത്താണ്. അതെ, ഈ മണിമരുന്നിന്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ മക്കോലി കയറിപ്പോയിരിക്കുന്നത്. ആ വള്ളി കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ഒരു 100 മീറ്റർ ഒന്നും അല്ല അവിടെ ഇങ്ങോട്ട് ചുറ്റിക്കയറി വന്നിരിക്കുന്നത്. അത്രയും ദൂരത്ത് വരെ എത്തിയിരിക്കുന്ന മരം. ആ മരം നമുക്ക് അകത്ത് കാണാൻ പറ്റും. നമുക്ക് അകത്തുള്ളത് ചതുപ്പ് ഫോറസ്റ്റിൽ സാധാരണയായി കാണുന്നത് ചൂണ്ടപ്പനയാണ് അകത്തോട്ട് കാണുന്നത്. ചൂണ്ടപ്പനയുടെ ഒരു ചെറിയ തൈയാണ് നമ്മൾ കാണുന്നത്. ചൂണ്ടപ്പനയിൽ നമ്മൾ ചൂണ്ടയിടാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആ പേര് വന്നത്. ഈ വള്ളി നമ്മുടെ മക്കൊള്ളിയുടെ വള്ളിയാണ്. അങ്ങോട്ട് പോകുന്നതോറും വള്ളി ഇങ്ങനെ കൂടി നമ്മൾ ആ മരത്തിന്റെ അടുത്തോട്ട് പോകും.
ഇതാണ് മക്കവള്ളി അല്ലേ? മക്കവള്ളി. ഇതൊരു വള്ളിച്ചെടിയാണ്. ആഹാ. ആ വള്ളിച്ചെടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കൊള്ളാലോ, സംഭവം കൊള്ളാലോ. ഇതിങ്ങനെ ചുറ്റിയാണോ ഇത്? ഈ മരം അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. ഇനി ഇത് എവിടെന്നാ വന്നേന്ന് കാണാൻ ബാക്ക് സൈഡിലോട്ട് നടന്നു. ഇവിടുന്ന് വന്നേക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഈ എവിടെയാണ്? ആ സൈഡിലാണ്. അതെ അതെ. ഇത്രേ ഉള്ള ഒരു വള്ളി അത്രയും തടി വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്. 150 വർഷമല്ല, അതിൽ കൂടുതൽ പഴക്കമുണ്ട്. 200 വർഷമൊക്കെ പഴക്കം കാണും. തീർച്ചയായിട്ടും കാണും. ഇത് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആണല്ലോ ഇത്. നമ്മൾ ആരും അതുപോലെ ഉണ്ട് കേട്ടോ. പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ആരും കേറ്റാറില്ല. ഇല്ലല്ലേ? ഒരു സിംഹാസനം പോലെ ഉണ്ട് കണ്ടിട്ട്. ഒരു പാമ്പിനെ പോലെ തന്നെയല്ലേ അവർ? പാമ്പിനെ പോലെ തന്നെ. മേളിൽ വരെ പോയിട്ടുണ്ട്. അങ്ങ് പോയിട്ടുണ്ട്. മുകളിലോട്ടും താഴോട്ടും എല്ലായിടത്തോട്ടും പോയിട്ടുണ്ട്. ഈ പോകുന്ന വഴിയിലെല്ലാം മഞ്ചാടിയാണ് നമ്മൾ കാണുന്നത്. മഞ്ചാടി അല്ലേ? ഇത് സർപ്പഗന്ധി, കാട്ടുതെറ്റി എന്നൊക്കെ പറയും. സർപ്പഗന്ധി. അതെ. ഇതിന്റെ പൂവിരിയും ഒരു വെള്ള കളറിലെ പൂവിരിയും. അതിന്റെ വേരും ഒക്കെ വെച്ചിട്ട് നമ്മൾ ആന്റിവെനം ഉണ്ടാക്കും. അതെ അതെ. പാമ്പിന്റെ സംഹാരിയായിട്ട് നമ്മൾ ഉപയോഗിക്കത്തില്ലേ? ഇപ്പോഴത്തെ മെഡിസിൻസിന് അത് ഉപയോഗിക്കാറുണ്ട്. പുന്നയ്ക്ക. പണ്ട് ഗോലിയൊക്കെ കളിക്കാൻ ഉപയോഗിക്കാറുണ്ട്. കേട്ടിട്ടുള്ളൂ. ഇത് നമ്മളെ മണ്ണിടിഞ്ഞ് പോകുന്നതിന്റെ. നമ്മൾ പിച്ചിങ് കെട്ടി വരുന്നുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ മരങ്ങൾ മാക്സിമം മുറിക്കാത്ത രീതിയിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ താമസം വരുന്നത്. ഇതെന്താണ്? ഇത് കരിഞ്ഞോട്ട കരിഞ്ഞോട്ട കൂടുതലും നമ്മൾ വെച്ചത് തന്നെ. ഇതിനകത്ത് നല്ല തണുപ്പാണല്ലേ? അതെ. പുറത്ത് നല്ല ചൂടാണ്, ഇതിനകത്ത് കയറിയപ്പോ നല്ല തണുപ്പാണ്. തണുപ്പ് തരുന്നത് ഇതാ. ഇതെന്താണ്? ഇതിന്റെ പേര് കാട്ടുവള്ളി എന്നൊക്കെ പറയും. ക്ലൈംബിംഗ് അറോയിഡ് എന്ന അതിന്റെ പേര്. ഇതിന്റെ പ്രത്യേകത കാടിന് ഇത്രയും പച്ചപ്പ് നിലനിർത്തുന്നു. നോക്കി എല്ലാ മരത്തിനകത്തും ഇതാ കയറിപ്പോയിരിക്കുന്നത്. ഇത് നമ്മുടെ മരത്തിനൊന്നും യാതൊരു കേടുപാടും ഉണ്ടാക്കത്തില്ല. ഇത് നമുക്ക് തരുന്നത് ഈ തണുപ്പാണ്. ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടുതലായതുകൊണ്ട് എപ്പോഴും ഈർപ്പം നിലനിൽക്കും. നമ്മുടെ മരത്തിന് ഇത്രയും തണുപ്പ് തരുന്നത് ഈ ക്ലൈംബിംഗ് അറോയിഡാണ്. അതെന്താണ്? ഇഞ്ച അല്ലേ? അത് ഇഞ്ച. ആ കയറിപ്പോയിക്കുന്ന വള്ളിയാണ് മഴമരം. മഴമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴമരത്തിന്റെ ഇലക്കകത്തുനിന്ന് കൂടുതലായിട്ട് പിടിച്ചെടുക്കുന്ന വെള്ളം തുള്ളികളായിട്ട് താഴോട്ട് വീഴാറുണ്ട്. അതുകൊണ്ടാണ് ഇതിന് മഴമരം എന്ന് പേര്. ഇഞ്ചയുള്ള കാടുകളില് ഒരു ഏരിയ ഫുള്ള് ഇഞ്ച സ്പ്രെഡ് ആയി കിടക്കും. നമുക്കിപ്പോ കാണാൻ പറ്റും എവിടം വരെ ഇഞ്ച കയറി പോയിട്ടുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ കുളിപ്പിക്കാൻ ഉപയോഗിക്കത്തില്ലേ? അതേ ഇഞ്ചയാണ്. അതിന്റെ തടി വെച്ചാണ് ഉപയോഗിക്കുന്നത്. നൂല് പോലെ തൂങ്ങിക്കിടക്കുന്നത് അമൃതിന്റെ വള്ളികളാണ്. അതെ അതെ. അമൃത് കാവുകളിലൊക്കെ കാണാറുണ്ട്. ഒരു ഔഷധ ചെടിയായിട്ട് ഉപയോഗിക്കുന്നതാണ് അമൃത്. അപ്പൊ നമ്മൾ ഈ മഴമരത്തിനെ കാണുന്നുണ്ടെങ്കിൽ മഴമരം മൊത്തം ചുറ്റി ഇഞ്ചയും അമൃതവും ആണ് ഈ കയറി നിൽക്കുന്നത്. ഇതാ ഇഞ്ച. അതെ. മുള്ളുണ്ട്, കാണാൻ പറ്റത്തില്ല. പിടിച്ചു നോക്കുമ്പോൾ മുള്ളുണ്ടെന്ന് അറിയാൻ പറ്റും. ഇഞ്ച കാട്ടിനുള്ളിലൊക്കെയാണ് ഉള്ളത്. ഇഞ്ചയുള്ള കാടിന്റെ പ്രത്യേകത ഇഞ്ചയുള്ള കാട്ടിൽ ആന കയറി വരത്തില്ല. ആനയ്ക്ക് മുള്ളുണ്ടെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ വരെ ഉള്ളല്ലേ? ഇവിടെ വരെയല്ല, ഇനി നമ്മൾ ഉള്ളിൽ കൂടെ പോകുന്നത്. ഇവിടെ ഒന്ന് കാണാനായിട്ട് കൊണ്ടുവരുന്നത് ഈ ഭാഗത്തോട്ട്. അവിടെ നമുക്കൊരു പാലം കാണുന്നുണ്ട്. ആ പാലത്തിന്റെ അടിയിൽ കൂടിയാണ് അച്ചൻകോവിലാർ ഒഴുകുന്നത്. അവിടെ ഒരു പാലമുണ്ട്, സൂക്ഷിക്കണം, ആഴം കൂടുതലാണ്. പാലത്തിന്റെ താഴെ കൂടിയാണ് അച്ചൻകോവിലാർ ഒഴുകുന്നത്. നമ്മൾ ഈ നേരെ കാണുന്നത് പമ്പാ നദിയാണ്. ഇത് പമ്പയാണല്ലേ? അതെ, പമ്പയും അച്ചൻകോവിലും കൂടെ ചേരുന്ന ഭാഗമാണ് ആ കാണുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ ഈ ഒഴുകുന്നത് പമ്പയുടെ ഒരു കൈവഴിയാണ്.
ഇപ്പുറത്തെ ഭാഗത്തോട്ട് തിരിഞ്ഞൊഴുകുന്നത്. ഇത് പമ്പയുടെ ആ കൈവഴിയാണ്, അങ്ങോട്ടാണ് പമ്പ ഒഴുകി പോകുന്നത്. പമ്പയുടെ കൈവഴിയാണല്ലേ? ഇങ്ങോട്ട് ഒഴുകി വരുന്നത് പമ്പയുടെ കൈവഴിയാണ്. ഇത് മൂന്നും കൂടെ ചേരുന്ന ഈ ഭാഗത്തൊരു ചുഴിയുണ്ട്. ചുഴി ഉള്ളത് കൊണ്ടാണ് ഈ വേസ്റ്റ് എല്ലാം ഇവിടെ വന്ന് ഡെപ്പോസിറ്റ്. ചുഴിയുണ്ടല്ലേ? അതെ, വേസ്റ്റ് മാത്രമല്ല, ഇവിടൊക്കെ ആരെങ്കിലും വീണ് മരിച്ചാൽ അവരുടെ ബോഡി ഇങ്ങോട്ട് വരുന്നത്. പമ്പയെ വീണാലും അച്ചൻകോവിലിൽ കോന്നി വീണവരുടെ ബോഡി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പരുമലയിലൊക്കെ വീണ് മരിക്കുന്ന ആൾക്കാരുടെ ബോഡി ഇവിടെ വരാറുണ്ട്. നല്ല താഴ്ചയാണ്, ഒരു ചുഴിയുണ്ട്, ഒരു കറക്കമുണ്ട് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. പിന്നെ മേളിലത്തെ വെള്ളം ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് കിടന്നാലും അടിയൊഴുക്ക് ഭയങ്കര കൂടുതലായി ഈ ഭാഗത്ത്. പിന്നെ നമുക്ക് അപ്പുറത്തെ ഭാഗത്താ കാണുന്നത് നമ്മുടെ സ്ഥലം തന്നെയാണ്. 84 സെന്റ് വസ്തു. മൊത്തം നമ്മുടെ ഏരിയ 14 ഏക്കറാണ്. അതിൽ 84 സെന്റ് അപ്പുറത്താണുള്ളത്. അതെ, അവിടെ നമുക്കൊരു മുളയുടെ തോട്ടം പിന്നെ മാവിന്റെ തോട്ടം ഒക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ആർക്കും എൻട്രൻസ് കൊടുക്കുന്നില്ലെങ്കിലും ഭാവിയിൽ നമ്മൾ ഹട്ടൊക്കെ ചെയ്തുകൊണ്ട് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻട്രി ഉണ്ടോ? കുട്ടികളെ നമ്മൾ സേഫ് ആയിട്ട് നോക്കി തന്നെ കൊണ്ടുവരുന്നത്. കാരണം ഗൈഡ് കൂടുള്ളത് കൊണ്ട് കാണാൻ താല്പര്യമുള്ളവരെ കൊണ്ടുവരുന്നു. ഇവിടെ നമ്മളൊരു മുളയുടെ തോട്ടം നമ്മൾ തന്നെ വെച്ച് പിടിപ്പിച്ചതാണ് ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട്. സിമെന്റ് തടി പോലെ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഇത് ബുദ്ധമുളയാണ് ഈ നിൽക്കുന്നത്. ബുദ്ധമുള അതിന്റെ ആ സ്റ്റെം കാണുമ്പോ അറിയാൻ പറ്റും. പിന്നെ ഇത് കോലമുള എന്ന് പറയും. മറ്റേ മുളയുടെ പോലെ ഇങ്ങനെ സ്പ്രെഡ് ആയി പോത്തില്ല, ഒരിടത്ത് തന്നെ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് വളരും. ഇത് ഒരു ബുദ്ധമുള. പിന്നെ ബാക്കി അങ്ങോട്ടെല്ലാം അലങ്കാര മുളകളെ വെച്ച്. ഇത് അല്ല, പമ്പയുടെ കൈവഴി. നമ്മൾ അവിടെ കൈവഴിയാണ്. അതെ അതെ, കൈവഴിയാണെങ്കിൽ നല്ല ആഴമുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു പാലം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരാഴ്ചക്കുള്ളിൽ വരും. ഒരു ആർച്ച് പോലെ ചെയ്യാനായിട്ടാ. വെള്ളം വരുമ്പോ ഇങ്ങനെ വെള്ളം കയറുക. അതെ, ഇതുവഴി വെള്ളം ഒഴുകി പോകുന്നതാ. അവിടെ നിന്നൊക്കെ പല സ്ഥലത്തുനിന്ന് വരുന്ന. ഇത് എത്ര ദൂരമുണ്ട്? ഇവിടെ ആ കാണുന്ന അടുത്ത ബെഞ്ച് വരെ. ഇത് ടോട്ടലി എത്ര ഏക്കർ ഉണ്ട്? ഇത് 14 ഏക്കർ. 14 ഏക്കർ, അതായത് 6 ഹെക്ടർ. 6 ഹെക്ടർ. അതെ, 6 ഹെക്ടറിന് ഇപ്പൊ നമ്മുടെ ഈ പ്രോജക്റ്റ് പ്രധാനമന്ത്രി നഗരവൻ യോജന അനുസരിച്ച് ഒരു ഹെക്ടറിന് 4 ലക്ഷം രൂപ വീതമാണ് നമുക്ക് ഫണ്ട് അനുവദിച്ച് കിട്ടിയത്. അതനുസരിച്ചുള്ള പ്രോജക്റ്റാണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനിയുള്ളത് അടുത്ത പ്രോജക്റ്റുകൾ നമ്മൾ കൊടുത്ത് അപ്രൂവൽ വന്നാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അതിന് മാക്സിമം ആൾക്കാർ ഇവിടെ വന്ന് സഹകരിച്ചാലേ നമുക്ക് ഇതെല്ലാം അനുവദിച്ച് കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാരും വന്ന് ഈ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വനത്തിനെ കുറച്ചുകൂടെ സമൃദ്ധമാക്കാൻ സഹകരിക്കുക. സ്ഥലമുണ്ടല്ലേ? കുറച്ച് ആ മതിൽ വരെ, അമ്പലത്തിന്റെ അവിടെ വരെ. ആ അമ്പലം ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ രക്തസാക്ഷികൾ സിന്ദാബാദ് ഫിലിമിനകത്തൊക്കെ കാണിച്ചിരിക്കുന്ന അമ്പലം അത്. അമ്പലത്തിൽ ഇങ്ങോട്ട് ഇറങ്ങുന്നതായിട്ടൊക്കെ സീനുണ്ട് അതിനകത്ത്. പിന്നീട് പല സിനിമകൾക്കും നമ്മുടെ ഈ സ്ഥലം വേദിയായിട്ടുണ്ട്. ഏതൊക്കെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? കുട്ടനാടൻ വ്ലോഗ് ഉണ്ടായിരുന്നു, പിന്നെ ജാക്ക് ആൻഡ് ജിൽ എന്ന് പറയുന്ന ഫിലിം ഉണ്ടായിരുന്നു. രതി നിർവേദത്തിന്റെ ക്ലൈമാക്സ് നമ്മുടെ പുതിയ സിനിമയ്ക്ക്. പിന്നീട് അങ്ങനെ കുറെ ഫിലിം ചെയ്തിട്ടുണ്ട് ഇവിടെ. നാട്ടുകാരെല്ലാം പറഞ്ഞുള്ള അറിവാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ ഇവിടെ. ഇത് ഏത് മരമാണ്? ഇത് നമ്മള് പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഊതെന്ന് പറയുന്നത്. അത് കുറച്ച് ഉണങ്ങി നിൽക്കുകയാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള വൈബായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ വന്ന് മാക്സിമം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ചൂടിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്.